സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ഷാനിക് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ ഷാനിക്. സുഹൃത്തുക്കളെ, നിങ്ങൾ തമ്മിലോ ടൈറ്റിലോ കണ്ടിട്ടുണ്ടാവും. അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഷവോമി പൊളിച്ചടിക്കുക ഒരു അടിപൊളി ഫോൺ ഇന്നലെ ലോഞ്ച് ആയിട്ടുണ്ട്. ഇന്നലെ തന്നെ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, കുറച്ച് തകരാറ് അല്ലെങ്കിൽ കുറച്ച് തിരക്കുകൾ മൂലം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. സോ ഇന്ന് ഞാൻ അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നു. സോ അസ്യൂസിന്റെ ഒരു പുതിയ ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. സാധാരണ കിഡ് ഫോണാണ്. റെഡ്മി നോട്ട് 5 പ്രോയ്ക്ക് കട്ടക്ക് നിൽക്കുന്ന ഫോണാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്പെസിഫിക്കേഷൻസ് അടുത്ത പ്രൈസ് റേഞ്ചില് നമുക്ക് എപ്പോഴും നല്ല വാല്യൂ വരാറുള്ളത് റെഡ്മി നോട്ട് 5 പ്രോ ആയിരുന്നു. ഇപ്പോഴും ഒരിക്കലും റെഡ്മി നോട്ട് 5 പ്രോ ബാക്കിലാണ് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇത്രയും കാലം നല്ല രീതിയിലുള്ള ഫോണുകൾ നമുക്ക് സമ്മാനിച്ചത് ഷവോമി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഷവോമി മാറ്റി നിർത്താൻ സാധിക്കില്ല ഒരു പുതിയ ഫോൺ വരുമ്പോഴേക്കും. എങ്കിൽ പോലും അതിനേക്കാൾ കുറഞ്ഞ വിലയിൽ അതിനേക്കാൾ ഒരു വീട്ടിൽ നല്ല സ്പെസിഫിക്കേഷനുമായിട്ടാണ് അസ്യൂസ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഈ രണ്ട് ഫോണും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്താം. എന്തൊക്കെയാണ് അസ്യൂസിന്റെ പുതിയ ഫോണിൽ വരുന്ന സ്പെസിഫിക്കേഷൻസ് എന്ന് നമുക്ക് നോക്കാം. സോ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഞാൻ പറഞ്ഞു വന്നിരുന്നത് അസ്യൂസ് Zenfone Max M1 Pro എന്ന ഇന്നലെ ഇറങ്ങിയ ലേറ്റസ്റ്റ് മോഡൽ ഫോണിനെ കുറിച്ചാണ്. അതും ഷവോമിയുടെ റെഡ്മി നോട്ട് 5 പ്രോയുമായിട്ട് വളരെ നല്ലൊരു കമ്പാരിസണ് പറ്റിയ ഫോൺ തന്നെയാണ് ഇത് രണ്ടും. എപ്പോഴും നമുക്ക് തോന്നിയൊരു കാര്യമാണ്, ഷവോമിയായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ ഒരു മാർക്കറ്റിലെ ഏറ്റവും ബെസ്റ്റ് ഫോൺ പറയുന്നത് ഏതുമില്ല. കാരണം ഷവോമി തരുന്ന ഫീച്ചേഴ്സ്, ഷവോമി തരുന്ന പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് വലിയ ചേഞ്ചസ് വരുത്താൻ സാധ്യതയുള്ളതായിരുന്നു. സോ നമ്മൾ വിചാരിച്ചതുപോലെ ഒരു കോമ്പറ്റീറ്റർ വന്നിരിക്കണം. അസ്യൂസ് ആണ് ഇപ്പോൾ കോമ്പറ്റീഷൻ എത്തിയിരിക്കുന്നത്. അവരിറക്കുന്ന ഫോണാണ് അസ്യൂസ് Zenfone Max M1 Pro. സോ നമുക്ക് അതിന്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഞാൻ അതിനനുസരിച്ച് ഒരു ചെറിയ കമ്പാരിസൺ കൂടി നടത്തുന്നുണ്ട് റെഡ്മി നോട്ട് 5 പ്രോയുടെ. അഥവാ നിങ്ങൾ റെഡ്മി നോട്ട് 5 പ്രോ വാങ്ങാൻ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും വെയിറ്റ് ചെയ്യേണ്ട സമയമാണ് ഇത്. ബിക്കോസ് അതിൽ ഫ്ലാഷ് സെയിൽ ഉണ്ട്. ഫ്ലാഷ് സെയിൽ എന്ന് വാങ്ങാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ സെയിൽസ് എങ്ങനെയാണെന്ന് ഞാൻ എന്റെ ഇൻഫർമേഷൻ ഞാൻ നോക്കിയപ്പോൾ കിട്ടിയിട്ടില്ല. അധികം ഫ്ലാഷ് സെയിൽ ആവാൻ സാധ്യതയില്ല. കാരണം ഷവോമിയുടെ ഫോണുകളാണ് ഫ്ലാഷ് സെയിലിൽ പോകുക. അപ്പൊ നിങ്ങൾക്ക് സിമ്പിളായി വാങ്ങിയെടുക്കാവുന്ന ഫോണാണ് അസ്യൂസ് Zenfone Max M1 Pro. സോ നിങ്ങൾ അതിലേക്ക് പോകാൻ ശ്രമിക്കുക. Asus Zenfone Max M1 Pro അതിന്റെ ഡിസ്പ്ലേനെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. അവർ ചെയ്യുന്നത് 5.99 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 2116x1080 റെസൊല്യൂഷൻ ആണ് ആ ഡിസ്പ്ലേക്കുള്ളത്. ഇത് നമ്മുടെ സാധാ പോലുള്ള ഡിസ്പ്ലേയില് നമ്മുടെ നോർമലായിട്ട് ഇപ്പോഴത്തെ പുതിയ ഫോണിൽ കണ്ടുവരുന്ന 18:9 ആസ്പെക്ട് റേഷ്യോ ഉള്ള ഡിസ്പ്ലേസ് ആണ്. ഇത് കഴിഞ്ഞ് നമ്മുടെ ഫോണിൽ മെയിൻ ആയിട്ടുള്ള ഏറ്റവും ഘടകം എന്താണ്? ബാറ്ററി. ഉള്ളത് നമുക്ക് പോവാം. ബാറ്ററി ഇതിന്റെ 5000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. പല ഫോണുകളും ഈ പ്രൈസ് റേഞ്ചിലുള്ള ഒരു ഫോണിനും 5000 mAh ബാറ്ററി ഇല്ല. അതിലൂടെ തന്നെ 10 വോൾട്ടിന്റെ സ്നാപ്ഡ്രാഗൺ ക്വാക്കം ക്വിക്ക് ചാർജ് കൂടി ഇതിന് ലഭിക്കുന്നുണ്ട്. സോ ഇറ്റ് ബിക്കംസ് മോർ പവർഫുൾ. ഇതിന്റെ പവർ കൂടുകയാണ്. അതിലൂടെ ക്വിക്ക് ചാർജ് ലഭിക്കുന്നു, ഫാസ്റ്റ് ചാർജിങ് അഥവാ ഫാസ്റ്റ് ചാർജിങ് നിങ്ങൾക്ക് ലഭിക്കുന്നു. അതിലൂടെ തന്നെ 5000 mAh ബാറ്ററി കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ വലിയ ലോങ് റണ്ണിൽ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഫോൺ ബാറ്ററി. ബാറ്ററി കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ മെയിൻ ഘടകം നമ്മുടെ ഫോണിന്റെ പ്രോസസർ ഏതാണെന്നാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. പലരും അത് നോക്കാറില്ലെങ്കിൽ പോലും അതാണ് മെയിൻ ഘടകം. നമ്മൾ ക്യാമറ മാത്രം നോക്കിയത് കണ്ട് കാര്യമില്ല. നമ്മളുടെ ഫോൺ ഒരു നല്ല യൂസേജ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രോസസർ തന്നെ ശ്രദ്ധിക്കണം. ഈ ഫോണിൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ 636 റെഡ്മി നോട്ട് 5 പ്രോയിലാണ് ഫസ്റ്റ് ഈ പ്രോസസർ വന്നത്. അതിനുശേഷം വരുന്നത് അസ്യൂസ് Zenfone Max M1 പ്രോയിലാണ്. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 636 പ്രോസസർ ആണ് വരുന്നത്. 14 നാനോമീറ്റർ ഫിൻഫെറ്റ് ടെക്നോളജി ഉപയോഗിച്ചുള്ള പ്രോസസർ നിർമ്മിച്ചിരിക്കുന്നത്. അതിനുശേഷം മെയിൻ ആയിട്ട് വരുന്ന ഘടകമാണ് റാമും റോമും. ഈ ഫോണിൽ രണ്ട് വേരിയന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 3GB റാം 32GB റോം വേരിയന്റും അല്ലെങ്കിൽ 4GB റാം 64GB റോം വേരിയന്റും. ഇനി നമുക്ക് നമ്മുടെ ഫോൺ ക്യാമറ, എല്ലാവരും പ്രത്യേകിച്ച് മലയാളികൾ ആകാംക്ഷയോടെ ഫോൺ ക്യാമറയ്ക്കാണ് കാത്തിരിക്കാറുള്ളത്. നമുക്ക് ഫോണിന്റെ ക്യാമറയെ കുറിച്ച് കുറച്ച് സ്പെസിഫിക്കേഷൻസ് നോക്കാം. Asus Zenfone Max M1 Pro വരുന്നത് 12+5 മെഗാപിക്സൽ ബാക്ക് ക്യാമറയും വിത്ത് LED ഫ്ലാഷ്, സാധാ പോലുള്ള LED ഫ്ലാഷും. ഫ്രണ്ട് ക്യാമറ വരുന്നത് ജസ്റ്റ് 8 മെഗാപിക്സൽ ആണ്. സോഫ്റ്റ് LED ലൈറ്റ് കൂടി നമുക്ക് അവൈലബിൾ ആയിരിക്കും. നമുക്ക് ബോക്കെ ഫോട്ടോസ് എടുക്കാം, പോർട്രേറ്റ് മോഡിലൊക്കെ ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഇതിലൂടെ. ഈ ഫോൺ വരുന്നത് ഫുൾ മെറ്റൽ ബോഡിയാണ്. ബാക്ക് സൈഡിൽ രണ്ടറ്റത്തും പ്ലാസ്റ്റിക്, സെന്റർ ഫുൾ മെറ്റൽ ബോഡിയാണ്. ഫേസ് റെക്കഗ്നിഷൻ, ഫേസ് ID അവൈലബിൾ ആണ്. ബാക്കിൽ ഫിംഗർ പ്രിന്റ് സെൻസേഴ്സും ഫിക്സ് ചെയ്തിട്ട് സ്പീക്കറിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഫോണിന്റെ സ്പീക്കർ എങ്ങനെയാണെന്ന് അറിയോ? 5 മാഗ്നറ്റിക് സ്പീക്കർ അങ്ങനെ ഒരു പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് സ്പീക്കർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ബേസ് നമുക്ക് ലഭിക്കാൻ സാധിക്കും. അതിനോട് തന്നെ അതിന്റെ ഒരു ചെറിയ ഒരു ബോക്സ് പോലെ നിങ്ങൾക്ക് ഫോട്ടോസ് കാണാൻ ഒരു ചെറിയ ബോക്സ് പോലെ ഒരു സാധനം. അതിനകത്തേക്ക് ഫോൺ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ബേസിൽ നല്ല സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. വളരെയധികം സൗണ്ട് അതിനകത്തേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കും. അത് ഫോണിലൂടെ ഫ്രീ ആണെന്നാണ് പറയുന്നത്. അടുത്തൊരു മെയിൻ ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഓറിയോ പുഷ് ചെയ്യുന്നുണ്ട് ഈ മൊബൈൽ ഫോൺ. ഇത് 2 സിം കാർഡും യൂസ് ചെയ്യാവുന്ന നാനോ സിം കാർഡ്സ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. 2 നാനോ സിം ഉപയോഗിക്കാവുന്നതാണ്, ഒരു മൈക്രോ SD കാർഡ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോറേജിനെ കുറിച്ച് നമുക്കൊരു ഭയമേ വേണ്ട. 32GB വാങ്ങിയാൽ പോലും നമുക്ക് അപ്ഡേറ്റ് 256GB വരെ ഏകദേശം അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിന്റെ പ്രൈസ് റേഞ്ച് നമുക്ക് നോക്കാം. അസ്യൂസിന്റെ 3GB റാം 32GB റോം ഇറങ്ങുന്നത് 10,999, അതായത് 11,000 രൂപ വിലയിലാണ്.
4GB റാം 64GB റാം വരുന്നത് 12,999, അതായത് 13,000 രൂപ. പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിനും ഡിഫക്റ്റുകൾ ഉണ്ട്, നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. OS ഇവിടെ ഉണ്ട്, OS ഇവിടെ ഇല്ല. ഞാൻ ഒരുപാട് നീട്ടി വരച്ച് പോകുന്നില്ല. സോ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു Asus ആയിരിക്കും ഒരു പക്ഷേ നല്ല പിക്. എങ്കിൽ പോലും Redmi Note Proനെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. വളരെ നല്ല കോമ്പറ്റീറ്റർ തന്നെയാണ് Asus. നമുക്ക് നോക്കാം ഇനി തുടരെ എത്ര നല്ല ഫോണുകൾ ഇറങ്ങും, എത്ര നല്ല കോമ്പറ്റീഷൻ Xiaomiക്ക് ലഭിക്കുന്ന. ഇതിന് Note 5 Proന് മാത്രമല്ല കേട്ടോ പ്രശ്നം വരുന്നത്. ഇതുകൊണ്ട് Redmi Note 5ന്റെ വില എത്രയാണ്? 11,000 രൂപയാണ്. അതിനേക്കാൾ അടിപൊളി ഫീച്ചേഴ്സ് ആണ് Asusൽ. സോ Note 5ക്കും വെല്ലുവിളിയാണ്, Note 5 Proനും വെല്ലുവിളിയാണ്. സോ അതൊക്കെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അടിപൊളി ഫോണാണ് Asus. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും പോകാവുന്നതാണ്. പിന്നെ അടുത്ത വീഡിയോ വളരെ വേഗം തന്നെ വരും. അതുവരെ ഗുഡ് ബൈ ഫ്രണ്ട്സ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. എന്റെ ചാനൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.